നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. നമുക്കറിയാം, ഹലോ മമ്മി നാട്ടിൽ റിലീസായി വളരെ സക്സസ്ഫുള്ളായി ഓടിക്കൊണ്ടിരിക്കുന്നു. ദുബായിൽ ഇന്നായിരുന്നു അതിൻ്റെ റിലീസ്. അപ്പോൾ എൻ്റെ കൂടെ ഇന്നുള്ളത് പ്രിയപ്പെട്ട ഷറഫുദ്ദീനാണ്. അതിലും നന്നായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ പ്രേമത്തിലെ റാസൽ ഖൈമയിലെ ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിച്ച ആ പാവം പയ്യൻ. വെൽക്കം ടു ഷോ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തായാലും ഹലോ മമ്മി ഇന്ന് റിലീസായി. ഹലോ മമ്മി ആക്ച്വലി ഇവിടെ റിലീസ് ആയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഈ വീക്കെൻഡിലാണ് കുറച്ചും കൂടി അതിൻ്റെ ഒരു ബസ് വന്നിരിക്കുന്നത്. അതിന് ഒരു കുറച്ചും കൂടി ക്രൗഡ് അതിലേക്ക് എത്തിയിരിക്കുന്നത്. അത് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ പ്രൊമോഷനായിട്ട് ഇന്നലെ ഖത്തറിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഖത്തറിൽ നിന്ന് ഇന്നാണ് ഇവിടെ വന്നത്. നമ്മൾ ഇന്നലെ പോയി ഖത്തറിൽ കുറേ പ്രോഗ്രാമൊക്കെ ചെയ്ത് വന്ന് ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഖത്തർ ഹൗസ്ഫുൾ ആയിട്ടുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നും ഇവിടുത്തെയും ഷോസും തിയേറ്റർ വിസിറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നാളുകളിൽ ഈ കമ്മിങ് ഡേയ്സ് വലിയ ഹോളിഡേയ്സ് ആണല്ലോ. അപ്പോൾ ദിവസങ്ങളിൽ ഹലോ മമ്മി കുറച്ചും കൂടി ആൾക്കാർ എല്ലാവരും വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരുപാട് പ്രതീക്ഷയുള്ളൊരു നാട്ടിൽ ലാസ്റ്റ് വീക്കിനേക്കാളും സെക്കൻഡ് വീക്കിൽ കൂടുതൽ ഹൗസ്ഫുൾ ഷോസ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ്. കൂടുതൽ ഹൗസ്ഫുൾ ഷോസും കൂടുതൽ ഷോസും ആഡ് ചെയ്തു സിനിമ. അത് നമുക്കറിയാം, ഫാമിലി വാല്യൂ ഉള്ള മൂവീസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ആൾക്കാർ ഫാമിലി ആയിട്ട് തന്നെ വന്ന് കാണും. മൂവിയെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഒന്ന് പറയാം. കോമഡി സിനിമയാണ്, അതൊരു കോമഡി സിനിമയാണ്. ഹൊറർ കോമഡി എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ പേടിപ്പിക്കുന്നില്ല, പേടിപ്പിക്കുന്നൊന്നുമില്ല. പിന്നെ നമ്മൾ ഹൊറർ കോമഡി എന്ന് പറയാൻ കാരണം ഇതിലൊരു സ്പിരിറ്റിന്റെ പ്രസൻസ് ഉണ്ട് സിനിമ. പക്ഷെ അത് ഒരിക്കലും പേടിപ്പിക്കുന്നതല്ല. പേടിപ്പിക്കുന്ന ഒരു കട്ട് പോലും സിനിമയില്ല, ഒരു ശബ്ദം പോലും ഇല്ല. അതുകൊണ്ട് കുട്ടികൾ മുതൽ കാണാവുന്ന സിനിമയാണ്. അല്ല, നമുക്കറിയാം മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഭയപ്പെടുന്ന സിനിമകൾ വന്നു, പ്രേക്ഷകർ കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഹലോ മമ്മിയില് പുതുമയുള്ള വ്യത്യസ്തമായ എന്താണ് കരുതി വെച്ചിരിക്കുന്നത് പ്രേക്ഷകർക്ക്? അതിന്റെ ഒരു ഐഡിയൽ തന്നെ അതുണ്ട്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു രസം പോകും. അപ്പോൾ ഇത് ത്രൂ ഔട്ട് ഒരു ഹ്യൂമർ സിനിമയാണ്. പിന്നെ നമ്മൾ കുറെ കാലമായിട്ട് മിസ് ചെയ്ത് കോമഡി സിനിമകൾ നമ്മുടെ നാട്ടിൽ വേറെയും വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സമയത്ത് കണ്ട ഒരു പ്രത്യേക സ്ലാപ്സ്റ്റിക് റൂട്ടിലും കൂടിയുള്ള സിനിമയാണ്. അതിന് കാരണമുണ്ട്. സ്ലാപ്സ്റ്റിക്സ് ഹ്യൂമർ ചെയ്യാൻ അങ്ങനെ ഇപ്പോൾ ചെയ്താൽ അത് അംഗീകരിക്കില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ അംഗീകരിക്കുന്ന ഒരു കാരണം ഈ സിനിമയുടെ അകത്തുണ്ട്. അത് വെച്ചിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. സംവിധായകൻ വൈശാഖ് എന്ന് പറഞ്ഞ ആളാണ്. വൈശാഖ് കോഴിക്കോട്ടുകാരനാണ്. പക്ഷേ ആദ്യത്തെ സിനിമയാണ്. ഇതിൽ കൂടുതൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ഐശ്വര്യലക്ഷ്മി ഉണ്ട്, പിന്നെ ജഗദീഷ് ചേട്ടനുണ്ട്, ജോണി ആൻഡി ചേട്ടനുണ്ട്, ജോ, നല്ലൊരു താരനിര തന്നെ ഉണ്ട്. ജ്യോതിർ, ബിന്ദു ചേച്ചിയുണ്ട്, കുറെ പേരുണ്ട്. ഈ ഷൂട്ടിങ്ങിനിടയ്ക്ക് രസകരമായ എന്തെങ്കിലും ഒരു സംഭവം എടുക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും പെട്ടെന്ന് ഓർമ്മയിൽ വരിക? എല്ലാം രസകരമായിരുന്നു, ഫുൾ ടൈം രസകരമായിരുന്നു. അപ്പം എന്താ പറയുക, ഞങ്ങൾ ഒരു ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് ഒരു 48 hours ഒരു 27 hours ഒരു കണ്ടിന്യൂസ് ഷൂട്ട് ചെയ്തിട്ട് പിന്നെ ഒരു 5 hours എല്ലാവരും കൂടി പോയി ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വന്ന് വീണ്ടും ഷൂട്ട് ചെയ്തു. പക്ഷേ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തന്നെയാണ് എല്ലാവരും ചെയ്തത്. എല്ലാവരും ഇനി ഒരാൾ തളർന്നു പോയാൽ മറ്റൊരാൾ സപ്പോർട്ട് ചെയ്ത. എത്ര ദിവസം ഉണ്ടായിരുന്നു മൊത്തം ഷൂട്ട്? 52 days. എവിടെ തന്നെ? നമ്മുടെ നാട്ടിൽ കൊടുങ്ങല്ലൂരായിരുന്നു ഷൂട്ട്. കൊടുങ്ങല്ലൂർ ചരിത്ര പ്രാധാന്യമുള്ള അല്ലേ, ഒരുപാട് നല്ല സ്ഥലം. ഇപ്പൊ മറ്റ് രാജ്യങ്ങളെ GCC കൺട്രീസിൽ എന്നായിരുന്നു റിലീസ് ആയിരിക്കുന്നത്? എല്ലായിടത്തും ലാസ്റ്റ് വീക്ക്. എങ്ങനെയുണ്ട് അവിടുന്നുള്ള റിവ്യൂസ് എല്ലാം? ഇപ്പോൾ നല്ല റിവ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നു. ഹൗസ്ഫുൾ ഷോസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ നമുക്ക് മെസ്സേജ് വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. കാരണം ഖത്തറിൽ പോയി അവിടെ നല്ല ഷോസും ഫുള്ളായി എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എന്തായാലും ദുബായിൽ ഈ വീക്കിൽ കുറച്ച് നന്നായിട്ട് എല്ലാവരും വരുമെന്ന് അറിയാം. അതെ, ദുബായിൽ ഇനിയിപ്പോൾ നീണ്ടൊരു ഇടവേളയാണ് എല്ലാവരും കാണാൻ പറ്റിയ ഭയങ്കര ഫാമിലി കോമഡി സിനിമയായിട്ട് തന്നെയാണ്. ഞങ്ങളുടെ 53ാമത് നാഷണൽ ഡേ ആണ്. അതിന്റെ ഒരു ബിഗ് ഹ്യൂജ് സെലിബ്രേഷൻ ആണ് ഇപ്പോൾ ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കണ്ടിന്യൂസ് അവധിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണും, എല്ലാവരും വന്ന് കാണും. എനിക്ക് അറിയാനുള്ള മറ്റൊരു കാര്യം, ഇത് തുടരും എന്നൊരു ടൈറ്റിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ടാണ്? ഇതിന്റെ ഒരു സെക്കൻഡ് പോർഷൻ ഉണ്ടോ? എന്താണ് ഈ തുടരും എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? തുടരും ഒരു ആദ്യത്തെ വാക്കല്ല. തുടരും എല്ലാ സ്ഥലത്തും യൂസ് ചെയ്യുന്ന വാക്കാണ്. സിനിമയിൽ തുടരും എന്നുള്ളത് സിനിമയ്ക്കുള്ള പ്രത്യേകത. തുടരും പ്രീക്വലാണോ സ്വീക്വലാണോ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തുടരുന്ന എല്ലാ കാലത്തും മാഗസിൻസ് മുതൽ ഇപ്പോൾ നമ്മൾ കാണുന്ന ടു ബി കണ്ടിന്യൂഡ് എന്ന് കാണുന്ന സീരീസുകളടക്കം എല്ലാത്തിലും ഉണ്ട്. അടുത്ത സീസണിൽ തുടരും എന്നൊക്കെ പറഞ്ഞ് എല്ലാ സമയത്തും പോകുന്നുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റ് വെക്കാനുള്ള ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ബാഹുബലി. അപ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് ഒരു ക്വസ്റ്റ്യൻ ഇട്ട് വെച്ചിട്ടാണ് ബാഹുബലി തുടരും എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതിലും ഈ സിനിമയുടെ അകത്തും അതുപോലെ തന്നെ കുറച്ച് എന്താ പറയാ ഉത്തരം കിട്ടാത്ത ചില ചോദ്യങ്ങളുണ്ടോ? കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടില്ല. പറയാനുള്ള എല്ലാം നമ്മൾ അടുത്തതിൽ പറയാൻ വേണ്ടി. ശരി, അപ്പം സെക്കൻഡ് പോർഷൻ ഉറപ്പായിട്ടും ഉണ്ട്.
ഇതൊരു കോമഡി റിലേറ്റഡ് അല്ലെ, കോമഡി മൂവിയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് ജഗതി ചേട്ടനും അതുപോലെ തന്നെ ഹനീഫിക്കയെ പോലുള്ള നമുക്കറിയാം നമ്മുടെ മലയാളത്തിലെ കോമഡി എന്ന് പറഞ്ഞാൽ അവരായിരുന്നു അതിൻ്റെ ഒരു ലാസ്റ്റ് വേർഡ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരില്ലാത്ത ഒരു കോമഡി മൂവി, അപ്പോൾ അവരുടെ അഭാവം എങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു? അതോ നിങ്ങൾ അതിനെയൊക്കെ ഓവർകം ചെയ്തോ? ഓവർകം ചെയ്തെന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ ഭയങ്കര മിസ്സിംഗ് ആണ്. ലെജൻസ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞാൽ മിസ്സിംഗ് തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് ഓവർകം ചെയ്യാനൊന്നും പറ്റില്ല. നിങ്ങൾ എങ്ങനെ കോംപ്രമൈസ് ചെയ്തു? അല്ല, നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ ഇപ്പോൾ റൈറ്റർ മുതലേ അതില്ലല്ലോ, ആ സാധ്യത ഇല്ല. അപ്പോൾ പിന്നെ നമുക്ക് അത് അങ്ങനെ ചിന്തിക്കാനേ പറ്റില്ലായിരിക്കും. അത് ഞാൻ ചിന്തിക്കേണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമല്ല. അപ്പം ഇത്തരത്തിലുള്ളൊരു കഥാപാത്രത്തിന് ഹനീഫ്ക്കെല്ലാം അത്രയും ക്യാരക്ടേഴ്സ് ഭയങ്കരമായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരാളാണ് അത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിനെക്കുറിച്ച് ഇനി ചിന്തിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചു. ഇനി വരുന്ന ഞങ്ങളെപ്പോലുള്ള തലമുറയും ഇപ്പോൾ ഉള്ള തലമുറയും എല്ലാവരും ശ്രമിക്കേണ്ടത് നാളെ നമ്മളുടെ അഭാവം ഒരു അഭാവമായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. ആ രീതിയിൽ നമ്മൾ നിൽക്കട്ടെ. ഇതിപ്പോൾ ഈ ചോദ്യം വരുന്നതിന് കാരണം തന്നെ അവർ അവിടെ നിന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. അതെ, തീർച്ചയായും നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കാം. അവരൊഴിച്ചിട്ട് പോയ ആ ഒരു കസേരയിൽ അല്ലെ, അതിൽ ആരെങ്കിലുമൊക്കെ എത്തിപ്പെടാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ആശംസിക്കാം എന്ന് മാത്രം. നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ പ്രത്യേകത, അങ്ങനെ ഒരാളൊരു കസേര ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ കസേര അങ്ങേർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തതാണ്. പിന്നെ അത് വേറെ കൊടുക്കില്ല. മലയാളികളുടെ പ്രത്യേകത അത് തന്നെയാണ്. വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് കസേര പണിതിട്ടോ എന്നുള്ളതാണ് മലയാളികളുടെ നിലപാട്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസിൽ നമ്മളുടേതായ ഒരു കസേര പണിത് നമുക്ക് അതിൽ ഇരുപ്പറപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മുടെ ഹലോ മമ്മി റിലീസായി, ഏറ്റവും വിജയകരമായിട്ട് തന്നെ പ്രദർശനം തുടരുന്നു. ഏറ്റവും നന്നായിട്ട് തന്നെ പ്രദർശനം തുടരട്ടെ, നമ്മുടെ കോടി ക്ലബ്ബിൽ പിടിക്കട്ടെ നമുക്ക് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ കൂടെ എന്താണ് ഇനി ഫ്യൂച്ചർ പടങ്ങൾ എന്തൊക്കെയാണുള്ളത്? ഫ്യൂച്ചർ സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു പടക്കളം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. പിന്നെ എൻ്റെ ഓൺ പ്രൊഡക്ഷനിൽ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ചെയ്യാൻ അത് പടക്കളം. പിന്നെ ഒരു പുതിയ പടമുണ്ട്, എൻ്റെ രാജേഷ് രവി എന്ന് പറഞ്ഞ പുതിയ സംവിധായകൻ്റെ കൂടെ ഞാനും പിന്നെ ഫോട്ടോ സിനിമ ചെയ്തിട്ടുണ്ട്. ഇന്ന് എൻ്റെ വേറൊരു തമിഴ് സിനിമ റിലീസായിട്ടുണ്ട്, സ്വർഗവാസൽ എന്ന് പറഞ്ഞിട്ട്. ഞാനല്ല മെയിൻ ലീഡ് RJ ബാലാജിയാണ്. ഞാൻ അതിലൊരു കഥാപാത്രം ചെയ്തു. ഇപ്പോൾ നടക്കുന്നത്. അപ്പം നല്ല ഈ മൂവി ഹലോ മമ്മി എനിക്ക് ഉറപ്പുണ്ട്. കാര്യം നമുക്കറിയാം മലയാളി പ്രേക്ഷകർക്ക് നല്ല കണ്ട് രസിക്കാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. അപ്പോൾ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് അവധിയാണ്. അപ്പം തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ വന്ന് ഹലോ മമ്മി കണ്ട് വിജയിപ്പിക്കണം എന്ന് ഞാൻ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ ഇത്രയും തിരക്കിനിടയ്ക്കും ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു.